എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു 2 ആഴ്ചയിലേക്ക് എന്ന വിവരം. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതിനായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ലേ? അരുൺരാജിലേക്ക് ഉടൻ തന്നെ എത്താം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2ാമത്തെ കേസിലും എ പത്മകുമാറിനെ പ്രതിയാക്കിയിരുന്നു. ഇപ്പോൾ പത്മകുമാറിനെ വീണ്ടും 2 ആഴ്ചയിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ കട്ടിളപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു പത്മകുമാറിനെതിരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും CPIM നേതാവുമായ എ പത്മകുമാറിനെ പ്രതി ചേർത്തിരിക്കുകയാണ്. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി 2 ആഴ്ചയിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകാൻ കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുകയാണ്. അരുൺരാജ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ്കുമാർ, അല്പസമയം മുമ്പാണ് കോടതി നടപടികൾ അവസാനിച്ചത്. 14 ദിവസത്തേക്ക് പത്മകുമാറിനെ വീണ്ടും റിമാൻഡിലേക്ക് വിട്ടിരിക്കുകയാണ് കോടതി. അതായത് ഡിസംബർ 18 വരെ റിമാൻഡിൽ പത്മകുമാർ തുടരും. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങൾ പ്രോസിക്യൂഷൻ പുതിയ രേഖകൾ കൂടി സമർപ്പിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ കേസിൽ പത്മകുമാറിനെ പ്രതിയാക്കിയിട്ടുണ്ട് എന്ന കാര്യം കോടതി അറിയിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അന്വേഷണത്തിലുമാണ്. അതുകൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ റിമാൻഡിൽ തന്നെ തുടരാൻ കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ഡിസംബർ 18 വരെ പത്മകുമാർ വീണ്ടും റിമാൻഡിൽ തന്നെ തുടരും. അരുൺരാജ്, 2ാമത്തെ കേസിൽ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നില്ലേ? 2ാമത്തെ കേസിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോസിക്യൂഷന്റെ വാദത്തിനോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദവും ഈ കേസിൽ കേൾക്കണം എന്നുള്ളതാണ് നിലവിൽ പത്മകുമാറിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും തുടർന്ന് ഇക്കാര്യത്തിൽ വിധി ഇക്കാര്യത്തിൽ കസ്റ്റഡിയിൽ കൊടുക്കണമെന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. കാരണം നേരത്തെ തന്നെ 4 തവണ ചോദ്യം ചെയ്തതാണ്. താൻ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല, തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് പത്മകുമാർ കോടതി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ വിശദമായ വാദത്തിന് ശേഷമായിരിക്കും പത്മകുമാറിനെ കസ്റ്റഡിയിലേക്ക് വിടണോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. അക്കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.